ഇന്ന് രാവിലെ ബോസ് വിളിച്ചാണ് പറഞ്ഞു നമ്മുടെ ബോട്ടിൽ ഫ്യൂലൊക്കെ അടിച്ചു വെച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടൊക്കെ എടുത്ത് നേരെ വിട്ടു ഫ്യൂൽ സ്റ്റേഷനിലേക്ക്. ഫ്യൂൽ സ്റ്റേഷനിലെത്തി ഫ്യൂൽ അടിക്കൽ സ്റ്റാർട്ട് ചെയ്ത്. ഡീസലും പെട്രോളും എല്ലാം ഫുൾ ടാങ്ക് അടിക്കാനാണ് ബോസ് പറഞ്ഞു. അത് കൂടാതെ 4 ഡ്രമ്മും തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 2 ദിവസം കടലിലായിരിക്കും. ഇവിടുന്ന് നമ്മൾ കുവൈത്തേക്ക് ഡയറക്റ്റ് ഓടി പോവാണ്. അപ്പോൾ ഇൻ കേസ് എമർജൻസിക്ക് ഒരു 4 ഡ്രമ്മ് കയറ്റി വെച്ചതാണ്. അങ്ങനെ ഫ്യൂലൊക്കെ അടിച്ച് നമ്മൾ നേരെ വിട്ട് അബുദാബി സായിദ് പോർട്ടിലേക്ക്. ഇനിയിപ്പോൾ അവിടെ എമിഗ്രേഷനിൽ പോയി എമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ നേരെ വിടും. ഇനി ഒരു 2.5 മണിക്കൂർ വേണം ഇവിടെ നിന്ന് ഓപ്പൺ സീ എത്താൻ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഓടിയപ്പോഴേക്കും റീം ഐലാൻഡും സാദിയാത്ത് ബ്രിഡ്ജൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എമിഗ്രേഷനിലെ വർക്ക് തീർത്ത് നേരെ വിട്ട് ഓപ്പൺ സീയിലോട്ട്. ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂനൻ തലവൊക്കി കളിക്കുന്നു, ഒരു കിഡ്ലൻ ആമ. അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ കിട്ടുന്നതിന് മുമ്പ് അത് മുങ്ങിപ്പോയി. ഇപ്പോൾ തന്നെ നമ്മൾ അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ കഴിഞ്ഞ് നേരെ കുവൈത്തിൽ കയറും. നമ്മുടെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് 6 നോട്ട്സിലാണ്. ഈ സ്പീഡ് വെച്ച് ഏകദേശം ഒരു 2.5 ദിവസവും 3 ദിവസവും എടുക്കും കുവൈത്തിലെത്താൻ. ഈ കാണുന്നതാണ് ഓയിൽ എടുക്കുന്ന റിഗ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓടുന്ന വഴി മുഴുവനും ഓയിൽ റിഗും ബോട്ടും ഷിപ്പും ഇതൊക്കെ തന്നെ ആയിരിക്കും. രാത്രി ആയപ്പോൾ നമ്മുടെ ബോട്ടിന് ചുറ്റും കടൽ പക്ഷികൾ. അങ്ങനെ അതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ബോസ് വന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോ. അപ്പോൾ ഗായ്സ്, ബാക്കി വീഡിയോയുമായി പിന്നെ വരാം.